ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ആവണിക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഇതിനൊന്ന് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ദിവസം ഞാനതൊന്ന് പാകി മുളപ്പിച്ച് വെച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ തൈകൾ നോക്കി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ചു. ഒരു 3-4 ചെടികൾ കുറച്ചുകൂടി, അതായത് എല്ലാ ചെടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹൈറ്റ് വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു 2 പരിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മണ്ണിലേക്ക് പറിച്ച് നടേണ്ട ആ ഒരു കറക്റ്റ് ലെവലായിട്ട്. എന്നാലും ഇത് നമുക്കിപ്പോൾ എല്ലാം ഒന്നും പറിച്ചിടാം. ഒരുപാട് കുഞ്ഞ് ആയിട്ട് നോക്കി ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് പറിച്ചിടാനായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റ് മുളച്ച വിത്തുകളായിരിക്കും. അത് സൈഡിൽ കൂടെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഗ്രോ ബാഗ് ഒന്നിങ്ങനെ അടർത്തി ഇങ്ങനെ താഴേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെ മുളച്ച് പൊന്തിയിട്ടുള്ള ആട്ടോ അതൊക്കെ. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് അതൊക്കെ മുളച്ചപ്പോൾ. എന്തായാലും അത് കുറച്ചുകൂടി ഒന്ന് വലുതായതിന് ശേഷം നമുക്ക് പറിച്ച് നടാം. എന്തായാലും ഇത് നമുക്കിതിൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് നോക്കി നമുക്ക് പറിച്ച് നടാം. എന്തായാലും വെയിൽ വരുന്നില്ല. അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. വെയിൽ വന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എന്തായാലും നമുക്കിത് നടാം. അതേപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ്ലറുകളൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ആയിട്ട് സ്പ്രിംഗ്ലറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇപ്പോൾ. കാരണം ചുറ്റും എല്ലാ സ്പ്രിംഗ്ലറും നന്നായിട്ട് അടിക്കുമ്പോൾ ആ ഒരു കാറ്റും കൂടി വീശുമ്പോൾ ഒരു കാറ്റിൻ്റെ എഫക്റ്റിൽ ഒരു വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു സ്പ്രേ ചെയ്യുന്നൊരു രീതിയിലാട്ടോ ഇങ്ങനെ ആ ഒരു കാറ്റിൻ്റെ എഫക്റ്റിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ വരുന്നത്. എന്നാലും അതിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഒരു തണുത്ത കാറ്റൊക്കെ വരും. രാവിലേക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഉഷാറാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാണകപ്പൊടി ഉണ്ടാവല്ലോ, ചാണകപ്പൊടി മണ്ണും അതേപോലെ തന്നെ കുറച്ച് വളങ്ങളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒരു പോട്ടി മിക്സർ സെറ്റ് ചെയ്തിട്ട് ആ ഒരു പോട്ടി മിക്സറിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്യാപ്സിക്കോൻ്റെ വിത്ത് മുളപ്പിച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ പോട്ടി മിക്സറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിതിനെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ വിത്ത് മുളച്ച് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ വിത്തുകളെപ്പോഴും നമ്മളിതേപോലെ മുളപ്പിച്ചെടുക്കാനൊക്കെ ചൂസ് ചെയ്യുന്ന വിത്തുകളെപ്പോഴും നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വിത്തുകളാണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ വിത്തുകളും നന്നായിട്ട് തന്നെ മുളച്ച് കൊണ്ടുപോകും വെച്ചാൽ. അപ്പോൾ ഒട്ടും സമയം വൈകിക്കേണ്ട നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ നട്ടു കൊടുക്കാം. അപ്പോൾ ഇതാ ഈ സൈഡിൽ കൂടെയൊക്കെ കാണുന്ന ഓസുകളൊക്കെ നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഓസുകളാണ്. അപ്പോൾ അങ്ങോട്ട് മേലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മരങ്ങളുടെ ഇടയിൽ കൂടെ എത്രത്തോളം കാണുന്നുണ്ട് നല്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ചുട്ടുപൊള്ളുന്ന വെയിൽ നമ്മുടെ ചെടികൾക്ക് ഒരു വലിയൊരു ആശ്വാസം തന്നെ അടിയൊരു സ്പ്രിംഗ്ലർ ഇങ്ങനെ നമ്മൾ ഓരോ ഡിസ്റ്റൻസിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മഴ പെയ്തതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ചെടികൾക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ്. അപ്പം തന്നെ നന്നായിട്ട് തന്നെ എല്ലാ സ്പ്രിംഗ്ലറുകളും അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം കറണ്ട് പോകത്തുണ്ടെങ്കിൽ നല്ല ഫോഴ്സിൽ തന്നെ സ്പ്രിംഗ്ലർ എല്ലാം കറങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ലോങ്ങിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടാകും. എന്നാലും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നോക്കി നന്നായിട്ട് തന്നെ കറങ്ങുന്നുണ്ട് കേട്ടോ, ഓരോ ഏരിയ കവർ ചെയ്ത്. വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ എല്ലാ ടൈമും സ്പ്രിംഗ്ലർ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. മാക്സിമം എല്ലാ ടൈമിലും എല്ലാ ഏരിയയിലും സ്പ്രിംഗ്ലറിൻ്റെ ആ ഒരു വെള്ളം എല്ലാവരും എത്തിക്കാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട്. ഇന്നലെ ലൈറ്റ് ഫുള്ള് നമ്മൾ ഈ ഒരു ഏരിയയിലാട്ടോ സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും നനഞ്ഞിട്ടില്ല. അതായത് നമുക്കിങ്ങനെ കൊത്തി കളച്ചിങ്ങനെ നട്ടു കൊടുക്കാനൊക്കെ ആയാലും കുറച്ചൊരു അടിപൊളി എടുക്കണം. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ എന്തായാലും നമുക്കിത് നട്ടു കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ തയ്യലങ്ങളാട്ടോ. അപ്പോൾ തയ്യലങ്ങളൊക്കെ മുളച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്തിട്ട് നല്ല ഉഷാറായിട്ട് പുതിയ ചിമ്പൊക്കെ പൊട്ടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ചോട്ടിൽ കൂടെ നമ്മൾ ഈ അടുത്ത് തന്നെ ചോളത്തിൻ്റെ വിത്തും അതേപോലെ തന്നെ നമ്മുടെ പയറിൻ്റെ വിത്തും നന്നായിട്ട് നട്ടു കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും നട്ട് വെറുതെ ആയില്ല കൈസ്. അപ്പോൾ നന്നായിട്ട് തന്നെ മുളച്ച് തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും ചോട്ടിൽ മാക്സിമം നമ്മൾ ഓരോ സ്പേസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതി തന്നെ കേട്ടോ അതും ചെയ്തിട്ടുള്ളത്. എന്നാലും ഇതിൻ്റെ ചോടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതായത് ഒരുക്കാനുള്ളതെല്ലാം ഒരുക്കി അതേപോലെ തന്നെ കാടും കാര്യങ്ങളെല്ലാം കളഞ്ഞ് സെറ്റാക്കി എടുക്കുക. അതുകൊണ്ട് തന്നെ വലിയ കാടോ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ കെയർ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു ഏലത്തിൻ്റെ കൂടെ തന്നെ കാപ്പിയും കൂടി ഇടും. അപ്പോൾ കാപ്പി ഏലം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ പരമാവധി സ്ഥലങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു ഏലുണ്ടല്ലോ. അപ്പോൾ ഈ ഏലത്തിൻ്റെ ചോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് നമ്മൾ വട്ടം വെച്ചിട്ട് അടവൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് നട്ടു കൊടുക്കും. അപ്പോൾ എന്നാലും നമുക്ക് പിന്നെ കാട് പറിക്കാനൊക്കെ എന്തായാലും നമ്മൾ ഏലത്തിന് മരുന്ന് ചെയ്യുക, അതുപോലെ തന്നെ വളങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ഏലത്തിൻ്റെ നമ്മൾ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമുക്കിതിനും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നാലും ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ എന്തായാലും നേരത്തെ നട്ടിട്ടുള്ള ചോളവും അതേപോലെ തന്നെ പയറും സെറ്റായിട്ട് വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇത് നട്ടു കൊടുക്കും. റൈസ് നോക്കിയതാ ഈ കാണുന്ന പോലെ എല്ലാ ഏലത്തിൻ്റെ ചുവട്ടിൽ അത്യാവശ്യം വലിയ രീതി തന്നെയാണ് നമ്മൾ തടമൊക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാടും ഇല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏലത്തിൻ്റെ ചൂടുകളൊക്കെ. അപ്പോൾ എന്നാലും നമ്മളെപ്പോഴും ഏലത്തിന് നന്നായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനും വെള്ളം പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വളങ്ങളായാലും അതിന് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതിനും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും അതിന് സ്പെഷ്യലായിട്ട് ടൈമും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെ ചുവട്ടിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതേപോലെ ഇതാ ഈ ഏലത്തിൻ്റെ ചുവട്ടിലായാലും നോക്കി ഇവിടെ ഇതൊക്കെ നമ്മൾ ഇപ്രാവശ്യം നട്ടു കൊടുത്തിട്ട് നമ്മുടെ പയറാണ്. അപ്പോൾ പയറൊക്കെ നന്നായിട്ട് തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്.
പയർ മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചോളകം കൂടി ഉണ്ട്. അപ്പം നല്ല ചോളകം ഞാൻ കാണിച്ചു തരാം. ലെവലിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് ഫുള്ള് നമ്മുടെ താഴേക്കൊക്കെ ഏലം തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും വിശാലമായൊരു തടമാണല്ലോ ഇവിടെയൊക്കെ എടുത്തുള്ളത്. അപ്പോൾ നമുക്കിനി കൊത്തിക്കളച്ച് ടൈമും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മണ്ണിളക്കിയിട്ട് ഓരോ ചെടി നടാൻ ആവശ്യത്തിലുള്ള ചെറിയ ചെറിയ കുഴികളെടുത്ത് നന്നായിട്ട് നട്ടു കൊടുക്കുക. നമുക്ക് ഒട്ടും സമയം കളയാതെ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തുമ്പയോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇവിടെ കുഴിയെടുക്കാനാണ്. കാരണം ക്യാപ്സിക്കോൻ്റെ തൈ ആയാലും ചെറുതാണ്. മാത്രമല്ല ഇവിടേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏലത്തിനൊക്കെ നമ്മൾ എപ്പോഴും പണി ചെയ്ത് മണ്ണൊക്കെ നന്നായിട്ട് ഇളകി കിടക്കണം. അതായത് നമുക്ക് ഇതേപോലത്തെ ഒരു വരണ്ടി മതി കേട്ടോ. ഇത് നമ്മുടെ ഏലത്തിനൊക്കെ യൂസ് ചെയ്ത്, അതായത് ചുവട്ടിലുള്ള ആ ഒരു ചപ്പൊക്കെ ഒന്ന് വരണ്ടി മാറാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ തൈകളൊക്കെ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചോളകം അതേപോലെ തന്നെ പയറൊക്കെ ഇടും. അപ്പോൾ അതൊന്നും പോകാത്ത രീതിയിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ തന്നെ നമുക്കിത് നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്കിത് 2-3 കൊത്തി കൊടുക്കുമ്പോഴത്തേനും ചെറിയത് നടാൻ ഭാഗത്തിനുള്ള ആവശ്യത്തിനുള്ള ഒരു വലുപ്പത്തിൽ കുഴി കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാ ഒരു വേരൊന്നും പൊട്ടാതെ നല്ല സേഫായിട്ട് തന്നെ നമ്മളിതാ പറിച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണം. ഈ ഒരു ഇലപ്പരിവൊക്കെ ആയ അവസ്ഥയ്ക്ക് നമുക്ക് ഓരോന്ന് ഓരോ കുഴിയിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതാ ചുറ്റും മണ്ണൊക്കെ ഇട്ട് നല്ല സേഫായിട്ട് നമ്മൾ ഒരു ക്യാപ്സിക്കോ നമ്മളിതാ നട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കോ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലൂടെ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പോൾ ബാലൻസ് ഇത് അതിൻ്റെ സൈഡിൽ കൂടി ഇനി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് എന്തായാലും ബാക്കി കൂടി നട്ട് കൊടുക്കാം. മണ്ണ് നോക്കി നമ്മൾ വെറുതെ ഇതാക്കുമ്പോഴത്തേനും അങ്ങ് പൊന്തി വരുന്നുണ്ട്. അത്രയും നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത്. കാരണം നമ്മൾ ഫുൾ ടൈം ഇവിടെ പണി തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് സേഫായിട്ട് നമ്മുടെ അടുത്ത ചെടി കൂടി ഒന്ന് പറിച്ചെടുക്കാം. ഒരു വേരൊന്നും പൊട്ടാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ അടിക്കുന്ന ഒരു സൗണ്ട് കേട്ടോ. ആ ഒരു സൗണ്ട് കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് രാവിലെ നമ്മൾ ഇതുപോലെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ഏലത്തിൻ്റെ ഒരു പകുതിയോളം നമ്മൾ നന്നായിട്ട് റൗണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലും കൂടി നമുക്കൊരു 3-4 നടാം. അതേപോലെ നോക്കി ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. പിന്നെ അയാൾ ഇത്ര നേരമായിട്ട് നമുക്ക് വെയിലൊന്നും വന്നിട്ടുള്ളൂ. നമ്മൾ രാവിലെ ഇറങ്ങിയത്. എന്നാലും നമുക്ക് ഇന്ന് അങ്ങനെ വലിയ വെയിൽ ഇല്ലാന്നാണ് തോന്നുന്നത്. കാരണം ഇന്നൊരു മഴയ്ക്കുള്ളൊരു ലക്ഷണം കാണുന്നുണ്ട്. നന്നായിട്ടൊരു മൂടലാട്ടോ. അപ്പോൾ വലിയൊരു തെളിച്ചവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചത് നല്ല വെയിലാവുന്ന കേട്ടോ നമ്മൾ നടാൻ വന്നപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇങ്ങനത്തെ നടുന്ന പരിപാടികളൊക്കെ രാവിലെ തന്നെ ചേർത്ത്. നല്ല വെയിലായിക്കാൻ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ക്യാപ്സിക്കോൻ്റെ തൈകളെല്ലാം നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വിത്തുകളാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. കുറച്ചുണ്ടെങ്കിൽ അതാ പറിച്ചെടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നടാം. പിന്നെ നമ്മളിപ്പോൾ പുറന്തോടൊക്കെ നല്ല ഹാർഡായിട്ടുള്ള വിത്തുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ വിത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചോളമൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള സീഡുകളല്ലേ ചോളത്തിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചോളം ഇന്ന് നടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തലേ ദിവസം തന്നെ വൈകുന്നേരം നമ്മൾ നടാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ചോളത്തിൻ്റെ വിത്ത് എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെ നമ്മൾ നടാൻ പോകുന്നതിന് മുന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നട്ടു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ മുള വരുത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം അതൊന്ന് കുതിർന്നിട്ടാണല്ലോ നമ്മൾ അതിന് നട്ടു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് മുള വരും. അപ്പോൾ ആ ഒരു ട്രിക്ക് ഒന്ന് യൂസ് ചെയ്യാത്ത കൂട്ടരാണെങ്കിൽ ഒന്ന് യൂസ് ചെയ്തോളൂ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ പയർ, ഇതൊക്കെ നമ്മുടെ കുറ്റിപ്പാരാട്ടോ നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത്. നോക്കി നമ്മുടെ കുറ്റിപ്പാർ എന്താണ് നല്ല അടിപൊളിയായിട്ട് ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് അങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ളതാണ്. അത് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഏലത്തിൻ്റെയൊക്കെ ചോട്ടി കൊടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വരട്ടെ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ വെള്ള പൂക്കളുണ്ടല്ലേ, അതൊക്കെ നമ്മുടെ കാപ്പിയുടെ പൂവാട്ടോ വീണ് കിടക്കുന്നത്. അതായത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കാപ്പിയുടെ തൈ ഉണ്ട്. അപ്പോൾ ആ ഒരു കാപ്പിയുടെ തൈ നന്നായിട്ട് ഇങ്ങനെ പൂത്തൊളിഞ്ഞ് നിൽക്കണം. അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ വീണിട്ടാണ് നമ്മൾ ആ ഒരു പയറൊക്കെ നട്ടു കൊടുത്തതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊഴിഞ്ഞു വീണിട്ടുള്ളത്. പിന്നെ എപ്പോഴും നമ്മുടെ ഈ ഒരു മുളകിൻ്റെയൊക്കെ വിത്തുകളൊക്കെ നടുന്ന ഒരു ടൈമിൽ, അതായത് ക്യാപ്സിക്കം ആയിക്കോട്ടെ, അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഏതൊരു മുളക് വിത്തായാലും നടുന്ന ഒരു ടൈമിൽ അതൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയ സീഡുകളാണല്ലോ. അതുകൊണ്ട് നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് അങ്ങനെ വിതച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഹെൽത്തി ആയിട്ട് എല്ലാം ഉണ്ടാവണം നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം, ഒന്നില്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗുകളിലേക്ക് ആ ഒരു പോട്ടിംഗ് മിക്സറെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡയറക്റ്റ് നമുക്ക് നട്ടു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കണ്ടം പോലെ വെട്ടിയതിന് ശേഷം അതിൽ നന്നായിട്ട് അടിവളമൊക്കെ കൊടുത്ത്, അതായത് കുറച്ച് ചാണകപ്പൊടി ആട്ടുംകാശ് ഒക്കെ ഇട്ട് കൊടുത്ത് മണ്ണ് ഒന്നുകൂടി ഒരു വളക്കൂറുള്ള മണ്ണാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു വിത്തുകളൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് മുളച്ച് കിട്ടും. കാരണം ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ വിതച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയും ചെറിയ വിത്തുകളാണ് നമ്മുടെ മുളകിൻ്റെ വിത്ത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ
എല്ലാ വിത്തുകളും അങ്ങനെ പ്രോപ്പറായിട്ട് മുളച്ചോളണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിലൂടെ നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ വിത്തുകൾ മുളയ്ക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മാക്സിമം നമുക്ക് എല്ലാ വിത്തുകളും മുളപ്പിച്ചെടുക്കാനും കൂടി പറ്റും. പിന്നെ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും കുറച്ച് പേരെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും സ്ഥലപരിമിതി കുറവുകളിൽ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഗ്രോ ബാഗുകളൊക്കെ നമുക്കിപ്പോൾ നഴ്സറിയിലൊക്കെ ഒരുപാട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒരു 10 ഗ്രോ ബാഗുകളിൽ ഒരു 10 തൈകൾ വെച്ചിട്ടായാലും നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഇതുപോലെ കുറച്ച് ജൈവ പച്ചക്കറികളെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം തന്നെയാണ് അല്ലേ. നോക്കി ഇവിടേക്ക് ഇങ്ങനെ നല്ല പൊടിഞ്ഞാട്ടോ വരുന്നത്, മണ്ണ് അത്രയും നല്ല ലൂസായിട്ട്. സൈഡിൽ കൂടെ 1-2 കാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൈയോടെ അങ്ങ് പറിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ഓരോന്നിനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ 1-2 കാടൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പറിക്കാതെ പോകാൻ പറ്റില്ല കേട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ എന്തായാലും നമ്മളിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കോ എല്ലാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഇതാ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും നോക്കി നമ്മൾ ആ തുടക്കത്തിലുള്ള ഒരു തണുത്ത കാറ്റും അതേപോലെ തന്നെ ഇന്നിപ്പോൾ വെയിൽ ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല കേട്ടോ. നല്ലൊരു മൂടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തായാലും മഴ പെയ്യുന്നു നോക്കാം, നമുക്ക് എത്രത്തോളം മഴ പെയ്യോ ഇല്ലേന്ന്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കണം. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ എല്ലാം നന്നായിട്ട് സ്പ്രേ ആയിട്ട് നനയുമ്പോൾ നന്നായിട്ട് നനവും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇതിന് കൊടുക്കുന്ന വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നമ്മളിതിന് കൊടുക്കുന്ന വളങ്ങളും പരിചരണ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഓരോ വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യുക. കൂട്ടത്തിൽ ഇതാ എല്ലാം പറിച്ചിട്ട് വരുമ്പോഴാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് ഇപ്പോൾ നമ്മുടെ ഏലം നട്ടതിന് ശേഷം ഇപ്പോൾ 2-3 വട്ടങ്ങളായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ കാടൊക്കെ തെളിച്ച് നമ്മൾ സെറ്റാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കാട് തെളിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടായിട്ട് നമ്മൾ ചുക്കിട്ടിച്ചേരി കേട്ടോ. അപ്പോൾ അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ നല്ല തളിരാട്ടോ, കാരണം ഒരുപാട് മൂത്തിട്ടൊന്നുമില്ല. കാരണം ഇപ്പം ഉണ്ടായിട്ടല്ലേ ഉള്ളൂ, ഉണ്ടായി ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനാണെങ്കിൽ നല്ല മഷ്ടണ്ട് പോലെ പെട്ടെന്ന് നല്ല ക്ലിംതായതുകൊണ്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാനും കൂടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചുക്കുട്ടിച്ചീരനെ പറ്റി ഞാൻ പറയാൻ തന്നെ കുറേ പേർക്ക് അറിയണം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവം തന്നെയാണ് നമ്മൾ ഈ ഒരു ചുക്കുട്ടിച്ചീര എന്ന് പറയുന്നത്. ചീരകളെല്ലാം മൊത്തത്തിൽ അടിപൊളി. ഇപ്പം ഞാൻ കുറച്ചാട്ടോ പറിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉണ്ട് ഇവിടെ പറിച്ചെടുക്കാൻ വേണ്ടുന്നില്ല. അതുകൊണ്ട് ഒന്ന് പറിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അത്രയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.